ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഇതുപോലുള്ള ബ്യൂട്ടിഫുൾ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കുന്നത്. ഇങ്ങനത്തെ ഫ്ലവറുകൾ ഉണ്ടാക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൈലോൺ ബാൻഡും അലിഗേറ്റർ ക്ലിപ്പൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള ഫോം ഷീറ്റ്, പിങ്ക് കളറാണ്. എൻ്റെ കയ്യിൽ ഇതുപോലൊരു സ്റ്റെൻസിലുണ്ട് കേട്ടോ. അത് ഞാൻ തന്നെ വെട്ടിയെടുത്തതാണ്, ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു പീസിൽ. എന്നിട്ട് ഞാനത് ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട്, ഗ്ലിറ്റർ ഫോം ഷീറ്റിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. 3 പെറ്റൽസാണ് ഇതുപോലത്തെ 5 ഇതിലുള്ള 3 പെറ്റൽസാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ അതാ ഞാനത് ആദ്യം തന്നെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ 3 വരച്ചു. എന്നിട്ട് ഇതാ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. എന്നിട്ടുണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. 2 സെൻറ്റർ മാർക്ക് ചെയ്താൽ മതിയാവും. ഇതുപോലെ. എന്നിട്ട് നമുക്ക് ആ പെറ്റൽസിൻ്റെ ആ ഒരു കോർണറിൽ നിന്ന് സെൻറ്ററിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഞാൻ എല്ലാ പോർഷനും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്യാതെ വെച്ചിട്ടില്ലേ, അതിന് ഇതേപോലെ അയൺ ബോക്സിൽ വെച്ച് ഒന്ന് പതുക്കെ ചൂടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഷേപ്പ് നമുക്ക് നല്ല രീതിയിൽ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഷേപ്പ് വേണം. കുറച്ചും കൂടെ കുഴിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി കേട്ടോ. ഒരുപാട് ഇങ്ങനെ കുഴിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. പതിയെ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പെറ്റൽസ് വെച്ചിട്ട് നമുക്കൊന്ന് ഫ്ലവർ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ട ഏറ്റവും ഉള്ളിലേക്കുള്ള പോർഷനാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സൈഡിൽ നമ്മൾ ഗമ്മ് തേക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം വേണം ഉള്ളിലേക്ക് റോൾ ചെയ്യാൻ കേട്ടോ. കണ്ടോ, ആദ്യം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ആ സൈഡ് ആദ്യം ഒന്ന് ഉള്ളിലേക്ക് വയ്ക്കുക. അതിനുശേഷം പതുക്കെ ഒന്ന് റോൾ ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഈസി ആയിട്ട് തോന്നും. അതിനുശേഷം ആ എൻഡും കൂടെ കുറച്ചുകൂടി ഗ്ലൂ അപ്ലൈ ചെയ്യുക. അത് സ്റ്റിക്കായിട്ടിരിക്കാനാണ്. അതിനുശേഷം നമ്മൾ അടുത്തൊരു പീസ് പെറ്റലെടുക്കുക. അതിൽ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക. നമ്മൾ ആദ്യം റോൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പെറ്റലുണ്ടല്ലോ, അതിനെ കവർ ചെയ്തിട്ട് വേണം രണ്ടാമത് ഇപ്പം നമ്മൾ എടുക്കുന്ന ആ ഒരു പെറ്റൽ ചെയ്ത് വയ്ക്കാനായിട്ടോ. കണ്ടോ, എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി പിടിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. അതുപോലെ തന്നെ അടുത്തൊരു പെറ്റലെടുക്കുക, ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെച്ച പെറ്റലിനെ പെറ്റലിൻ്റെ ഒരു സൈഡ് കവർ ചെയ്തിട്ട് വയ്ക്കുന്ന രീതിയിൽ വേണം കേട്ടോ വയ്ക്കാൻ. അപ്പം നമ്മൾ ആദ്യം റോൾ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പെറ്റലിൻ്റെ ചുറ്റിനായിട്ട് 3 പെറ്റൽ വെച്ചിട്ടാണ് ഞാൻ കവർ ചെയ്തേക്കുന്നത് കേട്ടോ. അതിന് ശേഷം അടുത്തൊരു പെറ്റലെടുക്കുക, വീണ്ടും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഇപ്പോൾ വെച്ചതിൻ്റെ പുറത്തായിട്ട് വയ്ക്കുക. അപ്പോൾ കവർ ചെയ്ത് കിട്ടുന്ന നല്ല രസമുണ്ടാവും. കവർ ചെയ്ത് വരുമ്പോൾ ആദ്യത്തെ ഏറ്റവും ഉള്ളിൽ നമ്മൾ ആ റോൾ ചെയ്ത പോർഷനാണ് വയ്ക്കുന്നതെങ്കിൽ അതിന് പുറത്ത് 3 പെറ്റലുള്ള ഒരു സർക്കിളാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പുറത്തായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പെറ്റൽസ് അറേഞ്ച് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ 10 പെറ്റൽസ് ഉണ്ടായിരുന്നു നമുക്ക്. ഏറ്റവും ആദ്യത്തെ ഉള്ളിലൊന്ന്, പിന്നെ 3, അപ്പോൾ 4 പിന്നെ ഏറ്റവും പുറത്തേക്കുള്ളതിൻ്റെ അകത്ത് 5 പെറ്റലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അങ്ങനെ കുറച്ച് ഭാഗം ഉള്ളിലായിട്ടുള്ള വരുന്ന രീതിയിൽ ഇങ്ങനെ കവർ ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട്. കണ്ടോ, അതുപോലെ നമ്മളൊന്ന് ഗമ്മ് തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം, ആ പെറ്റലിൻ്റെ മുകളിലേക്ക് തേക്കരുത്. അതിൻ്റെ മിഡിൽ പോർഷൻ വരെ, അതായത് താഴേന്ന് മിഡിൽ പോർഷൻ വരെയുള്ള ഭാഗത്ത് മാത്രമേ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ പെറ്റലിങ്ങനെ വളഞ്ഞിരിക്കില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ അത് ആ പെറ്റലിൻ്റെ മുകൾഭാഗം അങ്ങനെ കുറച്ചൊന്ന് ബെൻഡായിട്ടിരുന്നാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പെറ്റൽസും ഇങ്ങനെ കവർ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തെടുക്കാം കേട്ടോ. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ പെറ്റൽസും അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. വേണമെങ്കിൽ നമുക്കിത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. എല്ലാ ഭാഗങ്ങളും ഒട്ടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ഭാഗം ഒന്ന് പതിയെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ വിടർത്തി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടാവും അത് കാണാൻ. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത്രയും തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ല കുറച്ചും കൂടെ വലുപ്പമായാലും കുഴപ്പമില്ല എന്നാണെങ്കിൽ അടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു ഫുൾ പെറ്റലുണ്ടല്ലോ, കട്ട് ചെയ്യാതെ വെച്ചിരിക്കുന്നത്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിൻ്റെ ആ ഉൾഭാഗത്തേക്ക് നമ്മളൊന്ന് പതിയെ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ അകത്ത് ഒരു ചെറിയ സർക്കിളിൻ്റെ പോർഷൻ നമ്മൾ മാറ്റി വയ്ക്കുക. അതായത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ അറ്റം വരെ കട്ട് ചെയ്യരുത്, ഒരു ചെറിയ ഭാഗം അവിടെ കട്ട് ചെയ്യാതെ വയ്ക്കുക. അതായത് കണ്ടോ, ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കണ്ടോ, ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും അറ്റം വരെ കട്ട് ചെയ്യരുത്, ചെറിയൊരു ഭാഗം അവിടെ അതായത് മുറിഞ്ഞു പോരുത്. ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനുശേഷം നമ്മൾ ആ 5 പെറ്റൽസും ഇപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവർ ഉണ്ടല്ലോ, അതിൻ്റെ അടിഭാഗത്തുനിന്ന് നമ്മൾ ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്നാലാണല്ലോ ഇവിടെ മര്യാദയ്ക്ക് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അവിടെ അടിഭാഗത്തേക്ക് ഞാൻ കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുക, മറ്റേ ഫ്ലവറിൻ്റെ ഉള്ളിലേക്ക് വെക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ പെറ്റലിൻ്റെ, അതായത് ഫ്ലവർ നമ്മൾ കട്ട് ചെയ്യാത്ത ഫ്ലവറിൻ്റെ ഓരോ പെറ്റലും ഈ ഒരു ഫ്ലവർ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ഫ്ലവറിൻ്റെ ഭാഗങ്ങളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ഈ ഒരു ഫ്ലവർ ഇപ്പോൾ ഈ കാണുന്ന പോലെ ആ ഒരു താഴത്തെ ആ ഒരു ഫ്ലവർ വിട്ടിരുന്നിരിക്കുക, ഉള്ളിലത്തേക്ക് കുറച്ചൊന്ന് ചുരുങ്ങിയിരിക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഈ ഒരൊറ്റ മെത്തേഡ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 3 ടൈപ്പ് ഫ്ലവർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അർത്ഥം. അപ്പോൾ 3 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാനുള്ള ഒറ്റ വീഡിയോ ആണ്, അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും സഹകരിക്കുക. ഇതുപോലെ നമ്മൾ പതിയെ ഒന്ന് ബാക്കി ഭാഗങ്ങളും കൂടെ അതിലേക്ക് ചേർത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ, ഗ്ലൂ അപ്ലൈ ചെയ്തു, ഒന്ന് പതിയെ അമർത്തി കൊടുത്തു. അപ്പോൾ ചെയ്യുമ്പോൾ ഒരു പെറ്റൽ നമ്മൾ ആദ്യം വെച്ചു, ആ പെറ്റലിൻ്റെ മേളിലായിട്ടാണ് അടുത്ത പെറ്റലിൻ്റെ അറ്റം വരേണ്ടത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മളിതിനിങ്ങനെ കവർ ചെയ്ത് ഫുള്ളും ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഫ്ലവറായി കിട്ടും. ഇനി നമുക്കതിൻ്റെ ആ ലാസ്റ്റ് വെച്ചിട്ടുള്ള ആ ഒരു പെറ്റൽ കുറച്ചും കൂടെ വിടർന്നിരിക്കണം, അപ്പോഴത് നല്ല രസമുണ്ടാവും കാണാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ചൂടാക്കുകയാണ്. ഗ്ലൂ ഗണ്ണിന് ചെറിയൊരു ചൂടുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ആ പെറ്റലിൻ്റെ അറ്റം ഒന്ന് പതുക്കെ ചൂടാക്കിയിട്ട് കൈ വെച്ച് ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അയൺ ബോക്സ് വെച്ചിട്ടും സെയിം മെത്തേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ 3 ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നൈലോൺ ബാൻഡോ അലിഗേറ്ററോ ഹെയർ ബാൻഡോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ഡിസൈൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. ബാക്കി വീഡിയോസൊക്കെ കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.